നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള മുരിങ്ങയ്ക്ക മസാലയാണ്. നമ്മൾ ഈ മുരിങ്ങയ്ക്ക കറിയൊക്കെ ചെയ്യാറുണ്ട്, തോരൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇതേപോലൊരു മസാല വളരെ ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനായിട്ട്. മുരിങ്ങയ്ക്ക അങ്ങനെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ മുരിങ്ങയ്ക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല കിടുക്കാച്ചിയൊരു മുരിങ്ങയ്ക്ക മസാല റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുരിങ്ങയ്ക്ക ഇതേപോലെ അതിൻ്റെ സ്കിന്നൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയ്ക്ക കൂടുതലുണ്ടെങ്കിൽ കൂടുതലെടുക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 പച്ചമുളക്, കറിവേപ്പില, ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയാണ് നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടത്. നമ്മളിതിൽ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല, ആകെ പെരുംജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഈ മുരിങ്ങയ്ക്ക മസാല എങ്ങനെ റെഡിയാക്കുന്നു നമുക്ക് നോക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ചാൽ മതിയാവും. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ കടുകിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഈ പെരുംജീരകമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ പകുതി ചുവന്നുള്ളിയും പകുതി സവാളയും ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് പകുതി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും അതേപോലെ കറിവേപ്പിലയും ചേർക്കാം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഫ്ലേവർ നല്ലോണം നമ്മുടെ ഈ ഒരു മസാലയിൽ ഇറങ്ങാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. പക്ഷേ ഈ മസാലയ്ക്ക് പെരുംജീരകം മാത്രം ഇട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ കറിയിൽ തക്കാളിയൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ഒരു 2.5-3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു കളർ ഉണ്ടാവും. നോർമൽ മുളക് പൊടിയും നിങ്ങൾക്ക് ചേർക്കാം. അത് എരിവിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഇതിൽ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരല്പം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സവാള വഴറ്റുമ്പം തന്നെ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു അല്പം കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകി നമുക്ക് അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ മുരിങ്ങയ്ക്കയാണ്. വലിയ മുരിങ്ങയ്ക്ക ആണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഇതൊന്ന് നടുവേ ഒന്ന് കട്ട് ചെയ്ത് 2 ആക്കി ഇടാം. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ചെറിയതായതുകൊണ്ട് ഞാനിത് നടുവേ കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മുരിങ്ങയ്ക്കയൊക്കെ ഈ മസാലയിൽ കിടന്നൊന്ന് നല്ലതുപോലെ വഴണ്ട് വരണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇപ്പോൾ മുരിങ്ങയ്ക്ക ഒക്കെ ആദ്യമേ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. പക്ഷേ അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയുടെ ഫ്ലേവർ ഒന്നും പ്രോപ്പറായിട്ട് നമ്മുടെ ഈ മസാലയിൽ ഇറങ്ങില്ല. നമ്മൾ ഈ മസാലയുടെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിനോടൊപ്പം തന്നെ ഇത് വേവിച്ചെടുക്കുമ്പോഴാണ് ഈ മുരിങ്ങയ്ക്കയുടെ ടേസ്റ്റൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി മുരിങ്ങയ്ക്കയൊക്കെ വെന്ത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ മുരിങ്ങയ്ക്കയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലൊട്ടും വെള്ളം വേണ്ട. നല്ല ഡ്രൈ ആക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് മുരിങ്ങയ്ക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ലാസ്റ്റ് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക മസാല റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് നിറയെ കഴിക്കാൻ പറ്റും. നല്ല ചൂടുള്ള ചോറിൽ ഈ മസാല പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതെത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന്. നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ പെർഫെക്റ്റായിട്ട് വെന്ത് ഈ മസാലയൊക്കെ ഇതിൽ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കിടുക്കൻ മുരിങ്ങയ്ക്ക മസാല റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി മുരിങ്ങയ്ക്ക വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്